മൂന്ന് ആണുങ്ങളാ. ആ അവരെ പേരൊക്കെ അത് പറഞ്ഞേ. സാവു, ആ വിവാൻ. വിവാനം. ഇതാരാ? ഞാൻ എവിടെ പോയിട്ട് വന്നോന്നറിയാവോ? ഞാൻ പരീക്ഷ എഴുതാൻ പോയതാ. യൂണിവേഴ്സിറ്റി പരീക്ഷയായിരുന്നു എനിക്ക്. ആ നഴ്സിംഗിന്റെ. ആ കുഴപ്പമില്ലായിരുന്നു. പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെയാ വന്നത്. പക്ഷെ എഴുതി തീർക്കാൻ സമയം കിട്ടിയില്ല. സമയം ഭയങ്കര എഴുതി പിടിപ്പിക്കാനുള്ള സമയമില്ലായിരുന്നു. എത്ര മണിക്കൂർ വേണം? 3 മണിക്കൂറിന്റെ പരീക്ഷയായിരുന്നു. 3. ഞാൻ വിചാരിച്ചു ഭയങ്കര ചൂടൊക്കെ ആയിരിക്കും. പക്ഷെ എനിക്ക് കറക്റ്റ് ഫാൻ ഇങ്ങനെ അടുത്തിരിക്കുന്ന സ്ഥലത്ത് തന്നെ കിട്ടും. ഞാൻ രക്ഷപ്പെട്ടു. അത് ചൂടാണ്. രാത്രിയില് എന്നെ വിളിച്ചു. ഇന്നലെ രാത്രിയില് എന്നെ വിളിച്ചു വെച്ചിട്ട് പറഞ്ഞു, അയ്യോ എനിക്ക് പേടിയാവുന്നേ, പഠിച്ചതെല്ലാം മറന്നുപോയേ. പാടുള്ള പരീക്ഷ ചെയ്തിട്ട് അത് എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ്. എല്ലാ പ്രാവശ്യവും തലേ ദിവസം വിളിച്ച് വെച്ചാൽ എനിക്കൊരു ടെൻഷൻ തരും. പക്ഷെ നല്ലപോലെ അവതരിപ്പിക്കാൻ പറ്റിയില്ല. പ്രാർത്ഥിച്ചാൽ മാത്രം മതി. പ്രാർത്ഥിച്ചോട് കൊണ്ടെത്തിക്കാനും പ്രാർത്ഥനയെല്ലാം ഒക്കെ പോയാൽ മതി. അപ്പം അതെല്ലാം ശരിയായിക്കും. അല്ലാതെ നമുക്ക് തോന്നുമ്പോൾ എന്തെങ്കിലും അറ്റത്ത് തൊട്ടേച്ചും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ കാര്യം. പുതിയ തോർത്താണ് നേരത്തെ കൊടുത്തേക്കണേ. നമ്മൾ തന്നെ നിയന്ത്രിക്കണം. അത് പഠിക്കണം. ഇന്ന് പുതിയ തോർത്താണ് കൊടുത്തേക്കണേ. വേറെ ആരും പറഞ്ഞു തരാനില്ല. അവനെ തന്നെ വേണം. താത്താണല്ലോ. അല്ല നേരത്തെ കെട്ടി കണ്ടിട്ടില്ലല്ലോ. പിന്നെ ഈ തോർത്ത നേരത്തെ കെട്ടി കണ്ടിട്ടില്ലല്ലോ എന്ന് പറയത്. ആരാന്നോ ഈ തോർത്തേ? എലിക്കുട്ടിയമ്മ കെട്ടിയാണ് തോർത്തിന്റെ കാര്യം പറയത്. അല്ല അതെ അവള് എഴുതുമല്ലോ. ആ പരീക്ഷ എഴുതുമായിരുന്നു. എന്തിനാ പിന്നെ അവളെ വിട്ടെ? അല്ല പരീക്ഷ കഴിഞ്ഞ് വന്നല്ലേ. കുളിച്ചോ? കുളിച്ചോന്നോ? ഇല്ല, അതൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടല്ലോ. വിശപ്പും അതാ. അതുകൊണ്ടാണ് കെട്ടി വെക്കുന്നത്. നൈറ്റ് മാറിയത് എങ്ങനെയാന്ന് ചോദിച്ചേ. നൈറ്റ് എങ്ങനെയാ മാറിയത്? തല തോർന്ന് വരികയല്ലേ. വേർത്തുകൊണ്ട് ഇങ്ങനെ ഒഴുകി വരുവാന്ന്. അതിനെ തടയാൻ വേണ്ടിട്ട് കെട്ടി വെച്ചിരിക്കുന്നതാണ്. വെള്ളം ഒഴിച്ചതല്ലെന്ന്. പിന്നെ നൈറ്റ് ആരാ മാറിയെന്ന് ചോദിച്ചേ. നൈറ്റ് ആരാ മാറി തന്നേ? നൈറ്റിയോ? എന്നാ ഞാൻ പറയാ തന്നെ മാറിയതൊന്ന്. മനസ്സിലായില്ലല്ലോ. പറ ആരാ? മനസ്സിലായില്ലല്ലോ. മനസ്സിലായില്ലല്ലോന്ന്. മനസ്സിലായില്ലേ? ആഹാ, ഞാനറിയ തോട്ടം പറയാൻ നീ അറിയാം. ഇല്ല. ആരാ? പേര് പറ. പേടിയാണ്. പേര് പറയാൻ. പേരോ? പേരേത് കുട്ടി? എന്താ ഇങ്ങനെ നിക്കുന്നേ? കഴിച്ചോ? മക്കളെയൊക്കെ വളർത്തി ഞാന്. ഏത് മക്കളെ? അതെന്റെ മകള്. ഏത് മകളാ? മകന്റെ മകളാണോ? അവിടെ പേരെന്നാ? ഭൂമിയുടെ ഒന്നുമില്ല. ഭൂമി ഇവിടെ ഇല്ലല്ലോ. ഭൂമി ഓസ്ട്രേലിയയിലല്ലേ? പരിപാടിച്ച് മകൾ ഇവിടെ ഇല്ലല്ലോ. ഇത് വേറെ മകന്റെ മകളാ. ഏത് മകന്റെ മകളാന്നേ? അതെ, ഭൂമിയുടെ സൗകര്യം ഒന്നുമല്ല. പിന്നെ ഏതാ മകനുള്ളേ? ഭൂമി സാബു അല്ലാതെ. മക്കളുള്ള പെമ്മക്കളില്ലേ? 20 പേരുണ്ടോ? 20 പേരൊന്നുമില്ല. എലിക്കുട്ടിയമ്മയ്ക്ക് 3 ആണുങ്ങളേ ഉള്ളൂ. എലിക്കുട്ടിയമ്മയ്ക്ക് 3 ആണുങ്ങളേ ഉള്ളൂ. 3 ആണുങ്ങളാ. അവരെ പേരൊക്കെ അത് പറഞ്ഞേ. സാവു, വിവാനം. വിവാനാണോ ഇളയ മകൻ? വിവാനാണോ? അത് കൊള്ളാം. ആഹാ. അപ്പൊ ജോമോൻ എന്ന് പറഞ്ഞ ആരാ? ജോമോൻ എന്ന് പേരുള്ളേ? ജോമോൻ എന്ന് പേരുള്ളതേ.
അത് വേറെ വേറെയാണോ? രണ്ടാമത്തെ അവനാണ്. രണ്ടാമത്തെ അവനൊന്നുമില്ല. രണ്ടാമത്തെ അവൻ സാബു അല്ലേ? രണ്ടാമത്തെ അവൻ സാബു അല്ലേ? ആവുന്നത്. ഏ രണ്ടാമത്തെ അവൻ സാബുവാ. ആ മൂന്നാമത്തെ ആളല്ലേ ജോമോൻ? മൂന്നാമത്തെ ആളല്ലേ ജോമോൻ? ഒന്നാമത്തെ ആളല്ലേ ജോമോൻ? ആളാണ്. ആ മൂന്നാമത്തെ മകനല്ലേ? മൂന്നാമത്തെ മകനല്ലേ? പിന്നെ ആണോ? ഇന്നിപ്പോൾ ജോമോൾ രാവിലെ ആ മക്കളോ 4-5 ആൺമക്കളുണ്ടോ? ആ അപ്പം ഇന്ന് രാവിലെ ജോമോള് കുറലങ്ങാട്ടിനാണ് പോയിരിക്കുകയാണ്. അപ്പം വിവീന പരീക്ഷയ്ക്ക് വന്നിരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പം വിവീനയുടെ അടുത്തോട്ട് കൂടി രാവിലെ ഏറ്റി എന്നിട്ട് വന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഇന്ന് ഇച്ചിരി വെപ്രാളം പരവശമൊക്കെ പോലെ കാണുന്നുണ്ട്. ഇവിടെ ഏലിക്കുട്ടിയല്ലേ താമസിക്കുന്നേ? ഏലിക്കുട്ടിയല്ലേ ഇവിടെ താമസിക്കുന്നേ? ഞാനിവിടെ വന്നിട്ട് എത്ര ഓളായി. ആ അതെ എലിക്കുട്ടി വന്നിട്ട് എത്ര വർഷമായി? എത്ര വർഷമായി? 10-70 വർഷമായില്ലേ? ആ ഇപ്പം എലിക്കുട്ടിയല്ലേ ഇവിടെ താമസിക്കുന്നേ? ഞാൻ വീടും നാടും കണ്ടിട്ട് എത്ര നാളായി. ആ അത് ശരിയാ. എന്നാലും പോയത് നമ്മൾ 1 വർഷത്തിനിടയ്ക്ക് പോയതാണല്ലോ. 1 വർഷത്തിനുള്ളിലേ വീട്ടിൽ നാട്ടിലൊക്കെ പോയതാ. എല്ലായിടത്തും പോയി കറങ്ങിയായിരുന്നു. നീ പോണോ? നീ വീട്ടിൽ പോണോ? വീട്ടിൽ പോകണോ? പിന്നെ ആ എന്നാൽ ഒരു ദിവസം കൊണ്ടുപോയാൽ കരി. അവിടെ കിടന്ന് അലമ്പുണ്ടാക്കരുത്. പോകണം വീട്ടിൽ തിരിച്ചു പോകണമെന്നും പറഞ്ഞ്. ഒരു ദിവസം കൊണ്ടുപോകാമെന്ന്. ഒരു ദിവസേ വീട്ടിലൊന്ന് കൊണ്ടുപോകാം. ആ അവിടെ ചെന്ന് കഴിയുമ്പം ബഹളം ഉണ്ടാക്കരുത് വീട്ടിൽ പോകണമെന്നും പറഞ്ഞ്. ആ എലിക്കുട്ടമ്മ അവിടെ ചെല്ലുമ്പോൾ ബഹളം ഉണ്ടാക്കും. വീട്ടിൽ പോവാം പശുവിനെ നോക്കണം ആടിനെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് നേരത്തെ പറയുമായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞേ. ആ കാരണന്മാരൊന്നുമില്ല. ആ അവരാരുമില്ല. കാരണന്മാരൊക്കെ പോയി. എന്നാ പല്ല് തേച്ചാലോ? കഴിക്കാൻ പല്ല് തേച്ചാലോ? പല്ലങ്ങ് തേച്ചാലോ? ആ ആ നമുക്ക് കഴിക്കാൻ വല്ലതും തന്നാൽ കഴിക്കാം. കഴിക്കണം എല്ലാ പറ്റിയല്ലോ. എന്നാൽ പലപ്പൊടി എടുത്ത് തരാം. അമ്മ ഇവിടെ നിൽപ്പുണ്ട്. ആ ചാച്ചനൊന്നും ഇവിടെ ഇല്ല. പിന്നെ ചാച്ചനൊക്കെ നമ്മൾ പറഞ്ഞു വിട്ട്. അമ്മ മാത്രമേ ഇവിടെ ഉള്ളൂ. എന്നാ പല്ല് തേക്കാനാ? ആ പല്ല് തേക്കണ്ട എല്ലാവരും കഴിക്കണമെങ്കിൽ. പിന്നെ എന്നാ പല്ല് തേക്ക്. പിന്നെ കഴിക്കാൻ തരാതിരിക്കാൻ പറ്റുമോ? അതൊന്നും പറയാൻ പറ്റില്ല. ആണോ? അതിനിവിടെ ആരും ഇല്ലേ തരാൻ? എലിക്കുട്ടിയമ്മയുടെ ഓരോ നമ്പരുകൾ. ആ ഇന്നത്തെ കാലം ഒന്നിനെ വിശ്വസിക്കാൻ കൊള്ളിയല്ലേ? എല്ലാം മരുമക്കളൊക്കെ കണക്കല്ലേ? നല്ല പെണ്ണുങ്ങളൊക്കെ കണക്കല്ലേ? ഇവിടെ ഏലിക്കുട്ടി എന്ന് പറഞ്ഞ ആളാ. ഏലിക്കുട്ടിയും മക്കളുമാ കുതിരക്കട്ടയിലേ. ഇവിടെ താമസിക്കുന്നവൻ്റെയോ? ഇവിടെ താമസിക്കുന്ന ജോമോർന്ന് പറഞ്ഞ പേരല്ല. ആ ആ ആരാ? എലിക്കുട്ടിയുടെ ആരാ? എലിക്കുട്ടിയമ്മയുടെ ആരാ? ആങ്ങളമാരാണോ? ആങ്ങളമാരാണോ? മക്കളല്ലേ? ആങ്ങളമാരുടെ കൂടെയാണോ എലിക്കുട്ടിയമ്മ നിൽക്കുന്നേ? അപ്പം ആങ്ങളുടെ ഭാര്യ സമ്മതിക്കുമോ? ആ അതാ പറഞ്ഞല്ലേ ഇത് വല്ലതും തന്നെങ്കിലേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞേ. ആങ്ങളമാരെ ഭാര്യമാരാകുമ്പോൾ ഒന്നും തരികയില്ല. പോരെടുക്കുകയുള്ളൂ അല്ലേ? ആ എന്നാ പല്ല് തേച്ചോ. പല്ല് തേക്ക് പല്ല് തേക്ക് അല്ലേ? പല്ല് തേക്ക്. ആ തേക്ക് തേക്ക്. എന്നിട്ട് നമുക്ക് കഴിക്കാം. സമയം പോകുന്നു. പെട്ടെന്ന് തേക്ക്. ആ ഞാനിവിടെയാണ് സ്ഥിരം താമസിക്കുന്നത്. ആ എലിക്കുട്ടിയമ്മ എവിടെയാണോ താമസിക്കുന്നത്? ആ രാത്രിയും പകലും ഒക്കെ. പകല് പുറത്തു പോവും. ആ പല പണികളാ. ആ ഇന്ന പണിയൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഏത് പണിയും ചെയ്യും. ആ അമ്മ സുഖമായിരിപ്പുണ്ട്. ചാച്ചനില്ല. ആ ആ പല്ല് തേക്ക്. എലിക്കുട്ടിയമ്മ എവിടെയാണോ താമസിക്കുന്നത്? ആ പിന്നെ എവിടെയായിരുന്നു? പുറത്തെന്ന് പറഞ്ഞാ വിദേശത്തായിരുന്നോ? മക്കളുടെ കൂടെ വിദേശത്ത് വല്ലതായിരുന്നോ?
മക്കളുടെ കൂടെ വിദേശത്ത് വല്ലതും ആയിരുന്നോ ഒന്ന്? എവിടെയാ? വിദേശത്തെ? അവിടെയല്ല ഇനി. പിന്നെ അവിടെയല്ലെന്ന് എനിക്ക് തോന്നുന്നു. ആ പിന്നെ എവിടെയായിരുന്നു? എനിക്കാണോ കൊടുക്കണേ? ഇല്ലേ? എന്നാ പല്ല് തേക്ക്, പൽപ്പൊടി കളയാതെ. പല്ല് തേച്ചേ, പല്ല്. ആ വലുതാക്കണം. ആ തേക്ക് തേക്ക്, കയ്യിലുണ്ട്, പൊടിയുണ്ട്. പൊടിയേ കയ്യിലുണ്ട്. എല്ലാവരുണ്ട്. ആ അത് കളയാതെ തേക്ക്, എന്നിട്ട് നമുക്ക് കഴിക്കാം. ആരാ അവിടെ കിടക്കണേ? ആരാ തുണിയും ചീലയിൽ അയച്ചിട്ടുണ്ടല്ലോ? ആണുങ്ങളാണ് കിടന്നോണ്ടിരുന്നത്. ആ ഈയുടെ മനമേ, ആണുങ്ങളെ കടത്തു എലിക്കുട്ടിയമ്മ. ആണുങ്ങളാ അവിടെ കിടന്നോ? മിക്കവാറും കിടന്നു തന്നെയാണ്. എലിക്കുട്ടിയമ്മ ഇറങ്ങി ഓടും. പല്ല് തേച്ചിട്ട് പെട്ടെന്ന് വാ കേട്ടോ. ആ കന്നാലിക്ക് നമുക്ക് തീറ്റ കൊടുക്കണം. അതിന് വേണ്ടി പറഞ്ഞ എലിക്കുട്ടിയമ്മയ്ക്ക് തന്നിട്ട് വേണം അവൾക്ക് കൊടുക്കാൻ. അവൾ മിണ്ടാതിരിക്കുക. ഇവിടെ പൊന്നി ഇറക്കി കെട്ടാറുണ്ട്. ഇവിടെ പൊന്നിക്കൊച്ചങ്ങനെ ചുമ്മാ നോക്കി നിൽക്കുക. കണ്ടോ, പൊന്നിക്കൊച്ച് നോക്കി നിൽക്കുക. വേറെ ആരാണ്ട് അവിടെ കണ്ട് കാണുന്നുണ്ട്, അങ്ങോട്ട് നോക്കി നിൽക്കുന്നത്. അവളേ കരയേണ്ട സമയം കഴിഞ്ഞു. തീറ്റ തരാൻ പറഞ്ഞ്. എന്താ പല്ല് തേച്ചിട്ട് വാ കേട്ടോ. ആ നമ്മളിവിടെ എന്നൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം നോക്കട്ടെ രാവിലെ. അപ്പോൾ മുട്ടക്കറി ഉണ്ട്. അവിടെ ബ്രെഡുണ്ട്. അപ്പം ബ്രെഡും മുട്ടക്കറി ഞങ്ങൾ കഴിക്കും. അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കാം. കഞ്ഞി പുളിശ്ശേരി ഉണ്ട്, മീൻകറി ഉണ്ട്. പക്ഷേ മീൻ അമ്മ നോക്കി കൂട്ടുകയില്ല, അതാണ് കുഴപ്പം. ചോറുണ്ട്, പിന്നെ ഇതെന്തോന്നാ പയറുതോരൻ ഇരിപ്പുണ്ട്. ഇപ്പോൾ കഞ്ഞി ഇതിനകത്തുണ്ട്, കുക്കറിനകത്തുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് കഞ്ഞിയാണ് കൊടുക്കുന്നത്. അമ്മ ബ്രെഡും മുട്ട അമ്മ അധികം കഴിക്കില്ലാത്തതുകൊണ്ട് കഞ്ഞി കൊടുക്കാം. പല്ലെല്ലാം തേച്ചോ? പല്ലെല്ലാം തേച്ച് മിടുക്കിയായോ? പല്ലെല്ലാം തേച്ച് മിടുക്കിയായോന്ന്? പല്ലെല്ലാം തേച്ച് മിടുക്കിയായോന്ന്? പല്ല് തേച്ചോ? ആ പല്ല് തേച്ചു. ആ നമുക്ക് കഴിച്ചാലോ? നമുക്ക് കഴിച്ചേക്കാം. കഴിച്ചേക്കാം. ഇവിടെ ആരാ ഉള്ളേ? ഇവിടെ ഞാനുണ്ട്, ബിബീനയുണ്ട്, അമ്മയുണ്ട്. ചാച്ചനില്ല. ചാച്ചൻ വേണ്ട ഇവിടെ ഇരിപ്പുണ്ട്. ആ ചാച്ചൻ പോയി. എൻ്റെ അവള് കഞ്ഞി എടുക്കാൻ പോകുന്നുണ്ട്. ആ കൊച്ച ഏതാ? ആ കൊച്ച ഏതാ? എൻ്റെതാ. ആ തുമ്പേ പറഞ്ഞതാണല്ലോ. എനിക്കറിയാം. അമ്മ ഓർക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്ന. ആ എനിക്കറിയാം. അമ്മയുടെ മെമ്മറിയിൽ വരുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. അമ്മ ഓർത്തിരിക്കണ്ടേ? ആ അമ്മ ഇവിടെ തന്നെ ജീവിക്കുന്നത്. ഇവിടെ തന്നെ. ഇതല്ലേ നമ്മുടെ വീട്. പുറത്തേക്ക് പോയിട്ടില്ലല്ലോ. ഇല്ല ഇല്ല, നമ്മുടെ വീട് ഇതല്ലേ തന്നെയല്ലേ? നമ്മുടെ നാട്ടിൽ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ തന്നെയാണ്. ആ നമ്മുടെ നാട്ടിൽ തന്നെയാ. അതല്ലേ പറഞ്ഞേ. എലിക്കുട്ടിയമ്മ ഇവിടെ തന്നെ. ഇപ്പം ബിബീനെ അവിടെ കഞ്ഞി എടുക്കുന്നുണ്ട്. ബിബീനെ അവിടെ അമ്മയ്ക്ക് കഴിക്കാനുള്ള എടുക്കുന്നുണ്ട്. അമ്മയ്ക്ക് കഴിക്കാനുള്ളത്. അവനെ അമ്മച്ചി ഇപ്പോൾ പല്ല് തേച്ചിട്ട് വന്നാ. അമ്മച്ചി പൽപ്പൊടി ഞാനെടുത്ത് കൊടുത്തു. അമ്മച്ചി പല്ല് തേച്ചു. പുളിശ്ശേരി ശാല ഒഴിച്ച് തോരൻ, പയറുതോരൻ, അത് കൂട്ടുമല്ലോ. മീൻ ഇച്ചിരി എടുത്ത് കൊടുത്താൽ മതിയേ. തോരനും പുളിശ്ശേരി ഒഴിച്ചിട്ട് ഇച്ചിരി കഞ്ഞിയും കൂടി എടുത്തു കേട്ടോ. കുറച്ച് കഞ്ഞിയും കൂടി എടുത്തു. മീൻ അതിനകത്ത് ചെറിയൊരു കുഞ്ഞ് കഷ്ണം എടുത്ത് കൊടുത്താൽ മതി. എല്ലാം അമ്മ തിന്നിയല്ല. പപ്പടമൊന്നും കാണില്ലായിരിക്കും. ഉണ്ടോ? പപ്പടം ഉണ്ടോ? എടുത്തു. ഇച്ചിരി കഞ്ഞിയും കൂടി എടുത്തു കൊടുത്തു കേട്ടോ. അമ്മ അവിടെ കഴുകിയിട്ടിരുന്നോ? അപ്പോൾ കൊണ്ടുവരും അവള്. ഇവിടെ ഇരുന്നോ കേട്ടോ. കൈ കഴുകിയിട്ടിരുന്നോ? അവള് കൊണ്ടുവരും. അപ്പോൾ ഇതാരാ അടുക്കള കിടന്ന് പണിയുന്ന? ആരാ? മക്കളുടെ മക്കളാണോ? പറയാനൊന്നും ഇല്ല. ഇല്ല, ഇവരൊക്കെ ഇങ്ങനെ പണി ചെയ്ത് പഠിക്കണം അല്ലേ? അല്ല, ഇവരൊക്കെ ഇങ്ങനെ പണി ചെയ്ത് പഠിക്കണം അല്ലേ? ചെറുപ്പം മുതലേ
ചെറുപ്പം മുതലേ ഇങ്ങനെ അടുക്കളപ്പണിയൊക്കെ ചെയ്ത് പഠിക്കണം. ഏ ചെറുപ്പം മുതലേ അടുക്കളപ്പണിയൊക്കെ ചെയ്ത് പഠിക്കണം. പിന്നെ ആ എന്നാലേ കാര്യമുള്ളൂ. ചെറുപ്പം മുതൽ വളർത്തേ ആ കുടുംബത്തിലുള്ളവർക്ക് കാര്യം ഉണ്ടാകണമെങ്കിൽ ചെറുപ്പം മുതലേ പണിയൊക്കെ ചെയ്ത് പഠിക്കണം അല്ലേ? ആ എല്ലാം ചെയ്യുന്നത് ശരിയാണോ നോക്കി? അമ്മ എല്ലാം ചെയ്യുന്നത് ശരിയാണോ നോക്കി? ആ എൻ്റെ അവള് കൊണ്ടുവരുന്നുണ്ട്. ആ വാ. വാ, കഴിക്ക്. കഴിക്ക്. കഴിക്കാൻ. കഴിക്കാനാ ചെല്ലി അവള് പഠിക്കട്ടെ. അവൾക്ക് പഠിക്കാനുണ്ട്. അമ്മ പോയിരുന്ന് കഴിച്ചു. കഴിക്കാൻ മുളക് വെച്ചു പോയിരിക്കുക. ആ പോയിരിക്കുക. ഓക്കെ പഠിക്കാനുണ്ട്. പരീക്ഷയല്ലേ? റൊട്ടിയല്ലേ? അല്ല അത് പേപ്പറാ. റൊട്ടി അപ്പുറം ഇരിക്കുന്ന അത് പേപ്പറാ. കൈ തുറക്കണ പേപ്പറാ. റൊട്ടി കണ്ടായിരിക്കുന്ന റൊട്ടി. അതേന്നെ അമ്മ വരുന്ന കഴിക്ക്. പല ചേച്ചോടെ കൈ കഴുകൊണ്ട് അമ്മ കൈ ചുരുട്ടിപ്പിടിച്ച് തന്നെ ഇരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അതുകൊണ്ട് അമ്മ കൈ കഴുകിയല്ലേ എത്തണേ. എന്നാ കഴിച്ചോ. ആ എലിക്കുട്ടി അമ്മയ്ക്ക് വെച്ചാ. എന്നാ ഇവിടെ എലിക്കുട്ടിയമ്മ. ആ എലിക്കുട്ടിയമ്മ, മകൻ ജോമോൻ, ഭാര്യ ജോമോള്. ആ പിന്നെ മക്കള് 2 പേര്, വിവീനയും വിവാനും. ആ ഒക്കെയാണ് താമസിക്കുന്നത്. അത് മീന് പയറ് തോരൻ, മീൻ ആ പയറ് തോരൻ, പപ്പടം ഇതൊക്കെയാണ്. ആ കഞ്ഞി ചൂടാണോ? ചൂട് കഞ്ഞിയല്ലേ അമ്മയ്ക്ക് ഇഷ്ടം? ചൂട് കഞ്ഞിയല്ലേ എലിക്കുട്ടി അമ്മയ്ക്ക് ഇഷ്ടം? എല്ലാം ചൂടായിട്ട് കഴിക്കണമെന്നാണ് എലിക്കുട്ടി അമ്മ പറയണേ. എന്നാൽ കണ്ടമാനം ചൂട് പറ്റുകയില്ല. ഇച്ചിരി ഉപ്പ് ഒഴിച്ചെടുത്തടി. ഉപ്പ് ഇച്ചിരി കുറവാന്ന്. എന്നിട്ട് അവൾ ഉപ്പും കൊണ്ട് വരുന്നുണ്ട്. നീ കഴിക്കുന്നുണ്ടോ അപ്പം? ആ അതുകൊണ്ട് ഉപ്പൊഴിച്ചിട്ടുണ്ട്. ഇളക്കിക്കേ. അവളേ ഉപ്പ് കൊണ്ട് ഒഴിച്ചിട്ടുണ്ട്. ഇളക്കി നോക്ക്. ഇല്ലേ? ആ എന്നാൽ ഞാൻ ഇച്ചിരി ഒഴിച്ചു തരാം. അവൾ ഇച്ചിരി ഒഴിച്ചില്ലായിരിക്കും. നോക്കിക്കേ. ഇളക്കി നോക്കിക്കേ ഉണ്ടോന്ന്. ഒത്തിരി ഉപ്പൊന്നും കൂട്ടണ്ടേ. ആയോ? ഒഴിച്ചപ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ലേ? അതും കൊള്ളാം. അത്ര ഉപ്പ് മതി. നീ ഉപ്പൊന്നും കൂടുതൽ കൂട്ടണ്ട. പപ്പടത്തിന് ഉപ്പുണ്ട്. ആ മീനും തോരനൊക്കെ എടുത്ത് കൂട്ടും കേട്ടോ. അയ്യോ അത്ര ഉപ്പ് മതി. അത്ര ഉപ്പൊക്കെ മതി. നീ പുളിശ്ശേരിക്ക് ഉപ്പുണ്ട്, മീൻകറിക്ക് ഉപ്പുണ്ട്, പയറിന് ഉപ്പുണ്ട്. അതൊക്കെ മതി. ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ കുഴപ്പമാണ്. BP ഒക്കെ പ്രശ്നമുള്ളതല്ലേ. ഒത്തിരി ഉപ്പ് കൂട്ടാൻ പറ്റിയില്ല. BP ഒക്കെ ഉള്ളവർക്കേ ഒത്തിരി ഉപ്പ് കൂട്ടാൻ പറ്റിയില്ല. പിന്നെ എലിക്കുട്ടിയമ്മയ്ക്ക് BP ഇല്ലേ? എലിക്കുട്ടിയമ്മയ്ക്ക് ഇച്ചിരി BP ഉണ്ട്. അതിന് കുഴപ്പങ്ങളൊക്കെ ഉണ്ടായേ. മീനൊക്കെ എടുത്ത് കൂട്ടും കേട്ടോ. അമ്മേനെ ഓർത്താണ് കൂടുതലും മീനൊക്കെ പോയി മേടിക്കുന്നത്. നമുക്കങ്ങനെ പ്രത്യേക നിർബന്ധമൊന്നുമില്ല മീൻ വേണമെന്നൊന്നും. നമ്മൾ പണ്ട് മുതലേ കറി കൂട്ടുന്ന കാര്യത്തിൽ മടിയാ. ഇച്ചിരി എന്നേലും തൊട്ട് കൂട്ടുന്ന പരിപാടിയുള്ളൂ. കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ മുക്കുന്നേ. രാവിലെ നിന്ന് നന്നായിട്ട് വിശക്കുന്നുമുണ്ട്. അപ്പം അതുകൊണ്ട് കൂടിയാണ് മടിയൊന്നും കൂടാതെ പെട്ടെന്ന് വന്നിരുന്ന് കഴിച്ചെന്ന് തോന്നണം. ആ പയറും മീനൊന്നും അമ്മ കൂട്ടിയിട്ടില്ലേ. ആ പപ്പടം വെച്ച് തന്നെ കഴിക്കുകയാണ്. പയറും മീനും ഇച്ചിരി എടുത്തിട്ടേ ഉള്ളൂ. ഇത് കഴിക്കാനേ ഈ പയറും മീനൊക്കെ എടുത്ത് കൂട്ടാനേ വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ശരീരത്തിൽ ഗുണം കിട്ടണ്ടേ? ആരോഗ്യം വേണ്ടേ? ശരീരത്തിന് ഗുണം വേണ്ടേ? വിറ്റാമിൻസ് ഒക്കെ വേണ്ടേ? അവരെടുത്ത് ചെയ്യാനല്ല. എലിക്കുട്ടമ്മയ്ക്ക് തന്നാൽ എലിക്കുട്ടമ്മ കഴിക്കാൻ വേണ്ടിയാ. എലിക്കുട്ടമ്മയ്ക്ക് ഇച്ചിരി പുളിശ്ശേരിയോ മോരോ ഇച്ചിരി പുളിങ്കറി എന്നെങ്കിലും മതി. വേറെ ഒന്നും വേണ്ട. വീട്ടിലോട്ട് പോയാൽ മതിയോ? അരയത്തോട്ടാണോ? അരയത്താണോ? അരയത്ത്. അരയത്തോട്ടാണോ പോണ്ടേ? എന്നാൽ ഒരു ദിവസം കൊണ്ടുപോയേക്കാം കേട്ടോ. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ വീടൊന്നും ഇല്ല. നമ്മുടെ പഴയ വീടൊന്നും ഇല്ല. അതെല്ലാം പൊളിച്ചു കളഞ്ഞു. ഇവിടെ എല്ലാവരും മണ്ണെടുത്ത് അടുത്ത വീട് പണിയാനായിട്ട് നിരപ്പാക്കിയേക്കുക. അത് കുടിക്ക്. കഞ്ഞിവെള്ളമല്ലേ ഉള്ളൂ. നീ കഞ്ഞിവെള്ളമല്ലേ അതങ്ങ് കുടിക്ക്.
സാറെ കുടിക്കണാണല്ലോ അവൻ കുടിക്കേ. കഞ്ഞി കൂടുതലെടുത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ എന്തെങ്കിലും തരുന്ന അത്രയും തന്നെ എടുത്തിട്ടുള്ളൂ. കഞ്ഞിവെള്ളം കൂടെ കുടി. വെള്ളം കുടിക്കണം, വെള്ളം. ഇപ്പോൾ ചൂടുകാല, അതുകൊണ്ട് വെള്ളം കുടിക്കണം. മീനൊക്കെ എടുത്ത് കൂട്ട്. കഞ്ഞിവെള്ളം കൂടെ കുടി. ഞാൻ ഗുളിക എടുത്ത് തരാം. കഴിച്ചോ. മരുന്ന് 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 കഞ്ഞിവെള്ളം കൂട്ടി കുടിക്ക്. വെള്ളം വേണോ? വെള്ളം വേണോ? കഞ്ഞിവെള്ളം മതിയോ? വെള്ളം വേണോ? വെള്ളോ? ആ വേണ്ട. ആ അതൊക്കെ വാരി തന്നെ. ഏത് ഏതാ ഈ വെള്ളം? ആ വെള്ളം. പച്ചവെള്ളം തരട്ടെ? ചൂടുവെള്ളം തരാം. പച്ചവെള്ളം അല്ല, ചൂടുവെള്ളം. ചൂടുവെള്ളം തരട്ടെ? അതൊക്കെ വാരി തന്നെ. കഞ്ഞി അങ്ങ് വാരി കുടിക്കേ. ഇല്ല, ഇത് കുടിക്കാൻ കുടിയല്ലേ? അത് കുടിക്കണം. മതിയോ? മതിയായോ? മതി. ആ എന്നാ ഏറ്റു കൈ കഴിക്കൂ. ഏറ്റേ ആ കൊണ്ട വെച്ചേക്കാം. മൂടി ഇതിനകത്ത് നോക്കണേ. മൂടി വെച്ചിട്ട് ആര് തിന്നാനാ? വല്ലവരും വരുമ്പോൾ മെലിക്കുട്ടി തിന്നേരം ബാക്കിയാണോ തിന്നുന്നത്? അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പം ഒന്നും ആരും ബാക്കി തിന്നിയല്ല. ബാക്കിയൊക്കെ തിന്നുന്ന പണ്ടായിരുന്നു, ഒന്നുമില്ലാത്ത കാലത്തായിരുന്നു. ഇപ്പം ആരും തിന്നിയല്ല. ആ എന്നാൽ പോയി കഴിക്കോ. പിന്നെ മനുഷ്യൻ പോണല്ലാതെ ആരാ പോണേ? മനുഷ്യല്ലേ വഴിയേ പോണേ. എന്നാൽ മതിക്ക് പോയി കൈ പോയി കൈ കഴുകിക്കോ. എണീറ്റോ. കുട്ടിയമ്മ കൈയൊക്കെ പോയി കഴുകി. ബിബിൻ്റെ അടുത്തിട്ട് പിന്നെയും പോയിട്ടുണ്ട്. പഠിക്കുവാണോ? പഠനമൊക്കെ തീരാറായോ? ഒക്കെ ഒത്തിരി പഠിക്കാനുണ്ടമ്മേ. ഓക്കേ, ഒത്തിരി പഠിക്കാനുണ്ട്. ആ പഠിച്ച് ജയിക്കണ്ടേ? നല്ലല്ലേ ജോലിയൊക്കെ കിട്ടുള്ളൂ. അവളെ എത്രയല്ല പഠിക്കണേ? അവളെ എത്രയല്ല പഠിക്കണേ? 10-ലോ? 10ഒക്കെ കഴിഞ്ഞില്ലേ അവളുടെ? അവൾ ഡിഗ്രിയാ പഠിക്കുന്നത്. ഡിഗ്രി. ആ ആ പിന്നെ ആ അതല്ലേ പറഞ്ഞേ, പഠിക്കാൻ ഒത്തിരി ഉണ്ട്. ഇങ്ങനെ പോര്. ആ അവൾക്ക് ഭയങ്കര ക്ഷീണാതാ. അവൾക്ക് ഭയങ്കര ക്ഷീണാതാ. ആ അത് ശകല ഇച്ചിരി മിച്ചം വെച്ചിട്ടുണ്ട്. യോമോളെ കാണാത്തതിൻ്റെ ഒരു വിമ്പിട്ടം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മൂളലും മുരുങ്ങലൊക്കെ കേട്ടിട്ട് അങ്ങനെ തോന്നണം. നീ എന്നാ പരിപാടി? നീ എന്നാ പരിപാടിന്ന്? പ്രാർത്ഥന എല്ലാം പോവാണോ? പ്രാർത്ഥന എല്ലാം പോവാണോ? ആ ചെല്ലണ്ടാണോ? ചെല്ലും. അപ്പോൾ നമ്മുടെ എലിക്കുട്ടിയമ്മ രാവിലത്തെ കാപ്പുടിയൊക്കെ കഴിഞ്ഞ് ഒരൊറ്റ മയക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇനി വന്നിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ മിക്കവാറും ചോമ്പളെ അന്വേഷിച്ചോടൊപ്പം ആയിരിക്കും പരിപാടി. ഉറങ്ങിയോ? ഒന്ന് മയങ്ങിയോന്ന്? ആ ഇവിടെ കിടക്കുമായിരുന്നല്ലോ. കട്ടിലേ കിടക്കുമായിരുന്നല്ലോ. അതിനൊന്നുമില്ല. പിന്നെ ആര് പറഞ്ഞു? ഞങ്ങൾ കണ്ടതല്ലേ കട്ടിലേ കിടക്കുന്നത്. കാപ്പി കുടിച്ചിട്ട് കയറി കട്ടിലേ കിടക്കുന്നത്. എടുക്കുവാണേ. അവളോട് എന്നെ എടുക്കുവാ? പഠിക്കുവാണോ? ഇലക്ഷന് വോട്ടൊക്കെ ഉള്ളതോട്ട് വിവിനെ വോട്ട് ചെയ്യാനായിട്ടൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. പരീക്ഷയും എല്ലാം ഉണ്ട്. ഒട്ടുമുണ്ട്, പരീക്ഷയുണ്ട്. രണ്ടുമുണ്ട്. രണ്ടും കൂടെ കൂടിയുള്ള അവധിയാണ്. അവൾക്ക് പഠിക്കാനുണ്ടെന്ന് അമ്മ പറഞ്ഞേ. അവൾക്ക് പഠിക്കാനുണ്ടെന്ന്, പഠിക്കാൻ പോവാന്ന്. ആ അതെ, അമ്മ പിടിച്ചിട്ടില്ലല്ലോ. ഇവിടെ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുമല്ലേ ഇപ്പം. കുറച്ച് സമയം ഇടവേള. പഠിക്കാതൊന്നും രക്ഷയില്ലെന്ന് ഇപ്പം. അവിടെ ആരാ കിടക്കണേ? അവിടെ ആരാ കിടക്കണേ? അവിടെ ആരും ഇല്ല. അവിടെ ഉണ്ടായിരുന്നത് ആരാ? അവിടെ സ്ഥിരം ഉണ്ടായിരുന്നത് ആരാന്ന്? ആ മുറിയിൽ ഇല്ലേ? അമ്മയ്ക്കറിയത്തില്ലേ? ആ ഇപ്പോൾ വന്നേ ഉള്ളോ? ആ എന്നാൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ വന്നവളെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അമ്മ എല്ലായിടത്തും പോയി നോക്കുവാണ്. ആ അടുക്കളയല്ലേ? അടുക്കളയിൽ ഇപ്പം എന്തിനാ ആൾ നിൽക്കുന്നത്? അടുക്കള എന്തിനാ ആൾ നിൽക്കുന്നേ? കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞില്ലേ? ഇനിയിപ്പോൾ അടുത്ത
കഴിക്കാൻ നേരത്ത് കയറിയാൽ പോരെ? അടുക്കളയിൽ ആരും ഇല്ലെന്നേ. അടുക്കളയിലെ പാചകം കഴിഞ്ഞ് പിന്നെ അടുക്കളയ്ക്കകത്ത് ആരെങ്കിലും നിൽക്കി വെച്ചു കൊടുത്ത് എല്ലാവരും ഓടി രക്ഷപ്പെടിയല്ലേ. തേങ്ങയൊക്കെ പൊട്ടിച്ച് തേങ്ങയൊക്കെ പൊട്ടിച്ച് വെച്ചിരുന്നു. വെച്ചു പോയല്ലേ? ആളുമില്ല, അപ്പമില്ല, ആരും കിടപ്പില്ല. എലിക്കുട്ടമ്മ മാത്രമേ കിടപ്പുള്ളൂ, വേറെ ആരും കിടപ്പില്ല. പകൽ എലിക്കുട്ടമ്മ മാത്രമേ കിടപ്പുള്ളൂ, ഇടയ്ക്ക് ജോമോളും, വേറെ ആരും കിടപ്പില്ല. മുറിക്കകത്ത് കിടക്കണ ഇതെല്ലാം കാറ്റ് എടുത്തിട്ട് അടിക്കുക. കാറ്റണല്ലേ, ഇന്ന് ഇച്ചിരി കാറ്റുണ്ട്. ഇന്ന് രാവിലെ ഇച്ചിരി കാറ്റുണ്ട്, അതുകൊണ്ട് ചെറിയൊരു ചൂടിൻ്റെ സുഖമുണ്ട്. ഏതാ ഏതാ ഏത് ഇതെന്നതാ ഇതെന്നതാ? അമ്മേനെ കാണിക്കാൻ വേണ്ടി, അമ്മേനെ മക്കളെല്ലാം കാണിക്കാൻ വേണ്ടി. പിന്നെ ഇനി എവിടെയാ വെക്കണേ? ഇനി എവിടെയാ വെക്കണേ? വേറെ അടുത്ത് വെച്ചാൽ എലിക്കുട്ടീനെ കാണിക്കാൻ പറ്റുമോ? ആൾക്കാർ കൂടുതലുള്ളത് പറ്റിയില്ല. ആൾക്കാരുടെ എലിക്കുട്ടിയമ്മേനെ കാണിക്കണമെന്നാ, എലിക്കുട്ടിയമ്മയുടെ മക്കളെല്ലാം കാണിക്കാൻ വേണ്ടിയാ. ഇവിടെ മക്കൾ പറഞ്ഞ് എലിക്കുട്ടിയമ്മേനെ കാണണമെന്ന്, ഇങ്ങനെ പിടിക്കിടന്ന്. കഞ്ഞിയെ കുടിച്ചായിരുന്നോ? കഞ്ഞിയൊക്കെ കുടിച്ചായിരുന്നോ ഉച്ചയ്ക്ക്? ചോറ് കഴിച്ചില്ലേ? ബോളിയൊക്കെ തന്നേ. മാങ്ങാപ്പഴം തന്നേ. നാരങ്ങ വെള്ളം കുടിച്ചു. പിന്നെന്നാ ഇപ്പം വെള്ളം കൂടുതൽ കുടിക്കണ്ടേ? അതല്ലേ, ഭയങ്കര ചൂടല്ലേ അല്ലേ? ഇല്ലേ, അറിയത്തില്ലേ? ഇല്ലേ, ഭയങ്കര ചൂടാന്നാ പറഞ്ഞത്. ഭയങ്കര ചൂടായോണ്ടേ വെള്ളങ്ങളാ കൂടുതൽ കുടിക്കണ്ടെന്ന് പറയല്ലേ? കാര്യല്ലേ പറയാം. അത് കൊള്ളാം. ജോമള് പോയിട്ട് വന്നിട്ട് അമ്മ വഴക്കൊന്നും ഉണ്ടാക്കില്ലെന്നാ പറഞ്ഞു കേട്ടോ. ഇവനെവിടെ ഉണ്ടായിരുന്നു? ഇവനവിടെ അടുത്ത് കുറച്ച് നേരമൊക്കെ പോയി. ഞാൻ പോകുവാണേ. അമ്മയുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.